എല്ലാവർക്കും നമസ്കാരം. തലേ ദിവസം മാവൊന്നും അരച്ച് വെക്കാതെ തന്നെ നല്ല തിന്നായിട്ടുള്ള പേപ്പർ പോലെ ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മൾ ഈ ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. ഒരു ഹെൽത്തി ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചോറ്, അതുപോലെ 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയത്, ഇനി ഒരു 1/2 കപ്പ് വെള്ളം 2 തവണയായിട്ട് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ തേങ്ങയും ചോറും എടുത്ത അതേ ബൗളിൽ തന്നെയാണ് വെള്ളവും അളന്നെടുത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സിയുടെ ബൗളിലേക്ക് വേണമെങ്കിലും നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലും നല്ലതാണ് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ബൗളിലേക്ക് ചേർക്കുവാണെങ്കിൽ അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. വെള്ളം കുറേശ്ശെ വീതം ചേർത്ത് നമുക്കിതൊരു ലൂസായിട്ട് എടുക്കണം. അപ്പോൾ പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഒരു 2-2.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ബൗളിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ആ മാവ് മിക്സ് ചെയ്ത ബൗളിൽ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതുകൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല മയവായിട്ട് അരച്ചെടുത്ത് നമുക്ക് വലിയൊരു ബൗളിലേക്കിത് ഒഴിക്കാം. മിക്സിയുടെ ബൗളിലൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതുകൂടെ നമുക്ക് മാവ് അരച്ച ബൗളിലേക്ക് ചേർത്ത് തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതാണ് അതിൻ്റെ പരുവം, ദോശമാവിൻ്റെ പരുവം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തൊരു 10-20 മിനിറ്റ് മൂടി വയ്ക്കാം. ഒരു 30 മിനിറ്റ് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടും. ഇനി ചൂടായ തവയിൽ എണ്ണ തടവി ഒരു തവി മാവ് കോരി ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വേണം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഒഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല തിന്നായിട്ടുള്ള ദോശ കിട്ടും. കണ്ടില്ലേ? കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ ദോശ. അപ്പം അല്പം നെയ്യോ എണ്ണയോ ഇതിൻ്റെ മുകളിൽ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ മുരിഞ്ഞ് കിട്ടും. ഇനി ഇത്രയും മുരിയണ്ട, നമുക്ക് സോഫ്റ്റ് ആയിട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുറേ സമയം കൂടെ നമ്മൾ ദോശക്കല്ലിൽ വെച്ച് അല്പം നെയ്യോ എണ്ണയോ പുരട്ടി നന്നായിട്ട് മുരിയിച്ചെടുത്താൽ മതി. ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഈ ദോശ കഴിക്കാം. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ക്രിസ്പി ആയിട്ടുള്ള ഈ ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്